കേരള കോൺഗ്രസിന്റെ ജന്മഭൂമിയായ കോട്ടയത്ത് ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഇടത് വലത് മുന്നണികളെ കൂടാതെ NDAയും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ മത്സരം പ്രവചനാതീതമാകുകയാണ്. കോട്ടയത്തെ സ്ഥാനാർത്ഥികളുടെ പ്രചരണം കാണാം. സ്വാഗതം. ഈ വൈക്കത്ത് നിന്നാണ് UDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ തന്റെ വാഹന പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. തോമസ് ചാഴിക്കാടന്റെ വാഹന പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. വൈക്കത്ത് ബോട്ട് ജെട്ടിക്ക് തൊട്ടടുത്തുള്ള ഈ വേദിയിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസമായി നടന്നിരുന്ന ഒരു പ്രചരണ പരിപാടി വിട്ടുകൊണ്ട് വാഹന പ്രചരണം എന്ന പുതിയ ഘട്ടത്തിലേക്ക് തോമസ് ചാഴിക്കാടൻ കടക്കുകയാണ്. എന്തുകൊണ്ടാണ് LDFന് സ്വാധീനമുള്ള വൈക്കത്ത് നിന്ന് തന്നെ വാഹന പ്രചരണം തുടങ്ങുന്നത്? ഐക്യജനാധിപത്യ മുന്നണി 7 നിയോജക മണ്ഡലങ്ങളിലും വിജയിച്ച ചരിത്രമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ളത്. അതുകൊണ്ട് വൈക്കമെന്നോ മറ്റേതെങ്കിലും മണ്ഡലമെന്നോ ഉള്ള വ്യത്യാസമില്ല. ഇവിടെയും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കും. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല. വൈക്കം തെരഞ്ഞെടുത്തത് ആ അർത്ഥത്തിൽ തന്നെയാണ്. ഞങ്ങൾ വൈക്കത്തും ഭൂരിപക്ഷം നേടും എന്നതിന് ഉറപ്പുണ്ട്. പ്രചരണം ഏതാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ? കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കുകയായിരുന്നു. വളരെ വലിയ പിന്തുണയാണ് അവിടെ നിന്നെല്ലാം ലഭിച്ചത്. ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ജനമുന്നേറ്റമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന വൈക്കം നിയോജക മണ്ഡലത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ ബഹുമാന്യരായ വോട്ടർമാരെ നേരിൽ കണ്ട ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ഇതാഭിധികളിലൂടെ കടന്നു വരികയാണ്. VN വാസവൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വാഹന പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. നേരത്തെ പ്രചരണത്തിന് ഇറങ്ങിയ സാഹചര്യമുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമോ? യാതൊരു കാരണവശാലും പ്രതികൂലമായി ബാധിക്കില്ല. ജനങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അവർ ആ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കില്ല. ആ തീരുമാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കോട്ടയത്തെ കോട്ടകാക്കാൻ തോമസ് ചാഴിക്കാടൻ, നാടിനെന്നും നന്മയേകാൻ തോമസ് ചാഴിക്കാടൻ, ജനതയ്ക്കൊരു താങ്ങും തണലും വിശ്വാസത്തികവും നൽകാൻ വിനയത്തിൻ പര്യായം നമ്മുടെ സ്ഥാനാർത്ഥി. ജനതയ്ക്കൊരു താങ്ങും തണലും വിശ്വാസത്തികവും നൽകാൻ വിനയത്തിൻ പര്യായം നമ്മുടെ സ്ഥാനാർത്ഥി. കോട്ടയത്തെ കോട്ടകാക്കാൻ തോമസ്. ഏതായാലും തോമസ് ചാഴിക്കാടൻ പ്രചരണം തുടരുകയാണ്. ഓരോ സ്ഥലത്തും ഇറങ്ങി നേരിട്ട് വോട്ടറെ കാണുകയാണ്. അതെന്തുകൊണ്ടാണ്? തീർച്ചയായും ജനങ്ങളുമായി സംവദിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്. ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം? വളരെ നല്ല പ്രതികരണമാണ്. അവരെ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. അവരോടൊപ്പം നിൽക്കുന്ന ഒരാളെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും അവർ പോസിറ്റീവായിട്ട് പ്രതികരിക്കുമെന്നതിന് സംശയമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തോമസ് ചാഴിക്കാടൻ മുന്നോട്ട് പോവുകയാണ്. പൊതുജീവിതം എന്നെന്നും സംശുദ്ധിയിൽ നിലനിർത്തി പാവങ്ങൾക്കൊപ്പം നിൽക്കും ചാഴിക്കാടൻ. ചാഴിക്കാടൻ ഈ ഭാരത നാടിന്റെ പരമോന്നത സഭ തന്നിൽ ജനശബ്ദം ഉയരമുഴക്കാൻ ചാഴിക്കാടൻ, തോമസ് ചാഴിക്കാടൻ. എല്ലാ സഹായം ചെയ്തു. കോട്ടയത്തെ കോട്ടകാക്കാൻ തോമസ് ചാഴിക്കാടൻ, നാടിനെന്നും നന്മയേകാൻ തോമസ് ചാഴിക്കാടൻ. ഏപ്രിൽ മാസം 23-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കോട്ടയം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ 2 അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജനക്ഷേമം നിലനിർത്തി സംസ്കാര തികവോടെ നമ്മോടൊത്തെന്നും കാണും ചാഴിക്കാടൻ. ജനക്ഷേമം നിലനിർത്തി സംസ്കാര തികവോടെ നമ്മോടൊത്തെന്നും കാണും ചാഴിക്കാടൻ. പ്രിയങ്കരമായ
വിദ്യാസമ്പന്നനായ എളിമയുടെ നിറകം തോമസ് ചാഴികാടൻ മുൻ MLA ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ചാലപ്പറമ്പിലെ ജനാധിപത്യം വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള പര്യടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുളിഞ്ചോടിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ സഹായിയായി, സ്നേഹിതനായി, സഹപ്രവർത്തകനായി എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ടിലയ്ക്ക് വോട്ട് കുത്തും കോട്ടയത്തിൻ ഹൃദയപക്ഷ തോമസ് ചാഴിക്കാടനോടുകൂടെ നാടിനെന്നും നല്ല കാലം വികസന തുടർച്ച വേണം. അതിനുണർന്നു ജനതരംഗമാകെ നേടണം നാമിനി ഏറെ നാടിനായി കേരളം. വൈക്കം നിയോജക മണ്ഡലത്തിലൂടെയുള്ള തോമസ് ചാഴിക്കാടന്റെ പ്രചരണ പരിപാടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രാമവഴികളിലൂടെയാണ് ഇടയ്ക്ക് തോമസ് ചാഴിക്കാടന്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങൾ പുറത്ത്, വീടിന് പുറത്ത് ഇറങ്ങി നിന്നുകൊണ്ട് തോമസ് ചാഴിക്കാടനെ അഭിവാദ്യം നൽകുന്നുണ്ട്. വലിയ ചൂടാണ്. ഈ ചൂടിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ചൂടിനെ അതിജീവിക്കുവാൻ മാത്രമുള്ള ആവേശമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് ചൂട് മറന്നു പോവുകയാണ്. അത്യാവശ്യം നിർജ്ജലീകരണം ഒഴിവാക്കാൻ നിരന്തരമായി വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട്. എന്തായാലും തികഞ്ഞ ഒരു വിജയപ്രതീക്ഷ തന്നെ അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ. ഒരു സംശയവുമില്ല. ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും പ്രോത്സാഹനവും വിജയത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത് എന്നതിന് ഉറപ്പുണ്ട്. മാറ്റുന്ന കർഷകരുടെ, തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, സാധാരണക്കാരുടെ ആവേശിച്ചലങ്ങളായ വരവേൽപ്പുകളും സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ചരിത്ര സത്യങ്ങൾ ജനവെച്ചുറങ്ങുന്ന വൈക്കത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങൾ പിന്നിട്ടുകൊണ്ടിതാ നമ്മുടെ സ്വന്തം ശ്രീ തോമസ് ചാഴികാടൻ. അതിനുണർന്നു ജനതരംഗമാകെ നേടണം നാമിനി ഏറെ നാടിനായി കേരളം. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും അപേക്ഷിച്ച് തോമസ് ചാഴിക്കാടൻ വൈകിയാണ് തന്റെ പ്രചരണ പരിപാടികൾ തുടങ്ങിയത്. പക്ഷേ മികച്ച പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്കൊപ്പം എത്താൻ ഇതിനകം തന്നെ ചാഴിക്കാടന് കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മനത്തുകരയിലെ ഈ സ്വീകരണ വേദിയോടെ ഇന്നത്തെ ഉച്ചവരെയുള്ള തോമസ് ചാഴിക്കാടന്റെ പ്രചരണ പരിപാടികൾ പൂർത്തിയാകുകയാണ്. കേരള കോൺഗ്രസിന്റെയും UDFന്റെയും തട്ടകമെന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. പക്ഷേ ഇടതുമുന്നണി ഇവിടെ പലതവണ വിജയം കൊയ്തിട്ടുമുണ്ട്. ഇത്തവണ ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടറി VN വാസവനെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാവെന്നോ പകലെന്നോ ഒന്നുമില്ല. സ്ഥാനാർത്ഥികൾ വലിയ തിരക്കിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ശാസ്താങ്കൽ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. ശാസ്താങ്കൽ നിവാസികൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഈ പ്രദേശത്തുള്ള നിവാസികൾ കാത്തു നിൽക്കുകയാണ്. ഇവിടെ പൈലറ്റ് പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി VN വാസവൻ ഇവിടേക്ക് എത്തിച്ചേരും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിയരിവാൾ നക്ഷത്രത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ സ്ഥാനാർത്ഥികൾ പര്യടനം തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് VN വാസവന്റെ പ്രചരണ വാഹനത്തിലാണ്. നേരത്തെ തന്നെ പ്രചരണം തുടങ്ങി മുന്നോട്ട് പോയി, വാഹന പ്രചരണം അടക്കം. അതിന്റെ ഒരു ഗുണം എന്താണ്? ഗുണം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങൾക്ക് അനുകൂലമായി അണിനിരത്താനും കഴിഞ്ഞു. ചില പ്രദേശങ്ങളൊക്കെ ഒരു ഗ്രാമമാകെ ഇളകി വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ സ്വീകരണത്തിന്റെ അവസ്ഥ. ഇന്ന് രാവിലെ കുമരകത്തൊക്കെ അതാണ് അനുഭവം, കുമരകം, തിരുവാർ, പൈമനത്തൊക്കെ. അപ്പോൾ ആബാലവൃദ്ധം ജനങ്ങളെ ആവേശപൂർവ്വം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കൊണ്ടുവരാനും ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായ ഒരു വികാരമുണ്ടാക്കാനും കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഒരു UDF മണ്ഡലമായാണ് പൊതുവെ കോട്ടയത്തെ പറയാറുള്ളത്. കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമൊക്കെ അതൊരു പ്രതിബന്ധമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ തട്ടകം പലപ്പോഴും കേരള കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യം പിടിച്ചെടുത്തിട്ടുണ്ട്, അരഡസൻ പ്രാവശ്യത്തോളം. ഇപ്രാവശ്യവും ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് അഭിമാനകരമായ വിജയം കരസ്ഥമാക്കും, ഒരു സംശയവും വേണ്ട. ജോസ് കെ മാണി മണ്ഡലം വിട്ടുപോയത് അടക്കമുള്ള വിഷയങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നു. ഇതൊക്കെ ഏത് തരത്തിലാണ് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത്? അതൊക്കെ വിലയിരുത്തുന്നുണ്ടോ? ജനങ്ങൾ നന്നായി അത് വിലയിരുത്തുന്നുണ്ട്. കാരണം അവരെ അപമാനിച്ചു പോയവരെ അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് കേന്ദ്ര നയങ്ങളുടെ പരിണിതഫലം റബ്ബർ കൃഷിക്കാരടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വലിയ രൂപത്തിൽ അസംതൃപ്തിയായി രൂപാന്തരപ്പെട്ട് ജനങ്ങൾ വലിയ രൂപത്തിൽ കേന്ദ്ര ഭരണാധികാരികൾക്കെതിരെയും നിലവിലുണ്ടായിരുന്ന MPക്കെതിരെയും മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങും എവിടെയും കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ UDFനാണെങ്കിലും ഒരു സ്ഥാനാർത്ഥി വരുന്നു, NDAയുടെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് അവർ അവകാശപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ത്രികോണ പോരാട്ടം എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഇതുവരെ അങ്ങനെ ഒരു അനുഭവമില്ല. ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ബഹുദൂരം മുന്നോട്ട് നിൽക്കുന്നു. പിന്നിൽ നിൽക്കുന്നത് UDF ആണ്. ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു സാധ്യതയും കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ കാണുന്നില്ല. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്, കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. അതൊരു വെല്ലുവിളിയായി ഈ മണ്ഡലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് UDF കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലം കൂടിയാണ്. അവിടെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ വേണ്ടത്ര സ്വാധീനം ഇല്ലാതെ വന്നുകൊണ്ടാണല്ലോ ദക്ഷിണേന്ത്യയിലേക്ക് വരേണ്ടി വന്നത്. അത് കോൺഗ്രസിന്റെ ദയനീയമായ, രാഹുൽ ഗാന്ധിയുടെ ദയനീയമായ ഒരു അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ മറ്റു മണ്ഡലങ്ങളെ ബാധിക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല ഈ കാര്യത്തിൽ. എന്തായാലും VN വാസവന്റെ പ്രചരണം മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. നിരവധി പേരാണ് ഇവിടെയും VN വാസവനെ സ്വീകരിക്കാനായി ഈ രാത്രിയിൽ കാത്തു നിൽക്കുന്നത്. അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് VN വാസവൻ ഈ നാട് പകർന്നു നൽകുന്ന സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയായി. സമയം വൈകിയത് കൊണ്ട് മുഴുവൻ ആളുകളെ ഈ സൈഡിൽ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാസൻ ചേട്ടാ, വലിയ ചൂടുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ്. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നത്? ജനങ്ങളുടെ ആവേശകരമായ പ്രതികരണം ഉള്ളത് കൊണ്ട് ചൂടൊരു പക്ഷേ അനുഭവപ്പെടുന്നില്ല. എങ്ങും എവിടെയും ആവേശകരമായ അന്തരീക്ഷം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജനങ്ങൾ എല്ലാം, ഞങ്ങളുടെ ഒരു അനുഭവം, എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ഓടിയിറങ്ങി വന്ന് സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം അതൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചൂടും അനുഭവപ്പെടുന്നില്ല, വിശപ്പും അനുഭവപ്പെടുന്നില്ല. ആവേശകരമായ ഒരനുഭവമാണിത്. ഞാൻ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ആവേശകരമായ ഒരനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സ്വീകരണങ്ങളിൽ തന്നെ അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ, ജൈവ കൃഷിയിലുണ്ടാക്കുന്ന എല്ലാ വിളകളും അവർ കൊണ്ടുവന്നാണ് എന്നെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ പഴക്കൊലകൾ, അതുപോലെ തന്നെ കപ്പ, ചേന, അവരുടെ കാച്ചില്, അതുപോലെ തന്നെ അവരുടെ പാവയ്ക്ക, കോവയ്ക്ക, വഴുതനങ്ങ, വാഴക്കൊല, ഇങ്ങനെ തുടങ്ങി നാനാതരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൊണ്ടുവന്ന് സ്വീകരിക്കുന്നത് അവരുടെ കുടുംബത്തിലുള്ള ഒരംഗത്തെ പോലെ തന്നെ കാണുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളുടെ പ്രതികരണം വരുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് ഒരു വികാര പ്രകടനമാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും ആവേശകരമായ ഒരു സ്ഥിതി തെരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു നാടിന്റെ വികാരവും ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ. തുടക്കത്തില് മത്സരിക്കുന്നതിന് ചില ആരോഗ്യപരമായ പ്രശ്നം പ്രളയകാലവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായതാണ്. അതിനെയൊക്കെ ഇപ്പൊ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? ഇപ്പൊ ഞാൻ നന്നായി ബെൽറ്റ് ധരിച്ച് ചില മരുന്നും കൈയിട്ട് പോയി ചില ചൂടുമൊക്കെ പിടിച്ച് അതൊക്കെ പരിഹരിച്ച്, പക്ഷെ ഈ ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ എന്റെ വേദനകളൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രളയം നൽകിയ ഒരു ഓർമ്മ കൂടിയാണ് അത്, അല്ലേ? അതെ, സംശയമില്ല. അത് ഇന്ന് കുമരകത്തിൽ വന്നപ്പോൾ അവര് ഒരു ഗ്രാമമായി ഇളകി വന്ന് ഓർമ്മിച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതായിരുന്നു.
ഒരു പ്രധാന എല്ലാ ആളുകളും വിളിച്ച മുദ്രാവാക്യത് പ്രളയകാലത്ത് ഞങ്ങളെ രക്ഷകനായി വന്ന സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിലാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ തന്നെ അവർ ഉയർത്തിയത്. അതാണ് ആ ഗ്രാമം ഒരിക്കലും കുമരകവും തിരുവാർപ്പും ഐവനും ഒന്നും അത് മറക്കാതെ ആ മുദ്രാവാക്യം തന്നെ അവർ വിളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും താൻ ജനങ്ങൾക്ക് ഇതുവരെ നൽകിയ സേവനം, അത് പ്രളയകാലത്താണെങ്കിലും മറ്റു പല ഘട്ടങ്ങളിലും നൽകിയ സേവനം ജനങ്ങൾ മറക്കില്ല എന്ന വിശ്വാസത്തോടെ വി.എൻ. വാസവൻ തന്റെ പ്രചരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള തന്റെ പ്രചരണം തുടരുകയാണ്. യാത്ര ഒന്നിച്ച് യാത്ര, നാടിൻ നന്മയ്ക്ക് യാത്ര, വിളിച്ചാലുടനെ തണലായണയും പ്രതിനിധി വേണം നമ്മൾക്കായി. വരണം വാസവൻ നമ്മെ നയിക്കാൻ, വരണം വാസവൻ നാം മുന്നേറാൻ, നാടിൻ ഹൃദയമിടിപ്പു കേൾക്കും വി.എൻ. വാസവൻ, വരണം വാസവൻ. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ ഉന്നതമായ വീക്ഷണങ്ങൾ ഉയർത്തി നിലകൊള്ളുമെന്ന് നിങ്ങൾ ഉറപ്പു നൽകുകയാണ്. നൽകിയ സ്നേഹാദരവുകൾ ഒരിക്കലൊരിക്കൽ കൂടി രേഖപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് വി.എൻ. വാസവൻ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനും കർമ്മധീരനുമായ സ്ഥാനാർത്ഥി സഖാവ് വി.എൻ. വാസവൻ. ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി വി.എൻ. വാസവൻ തൊട്ടടുത്ത പ്രചരണ കേന്ദ്രത്തിലേക്ക് ഈ രാത്രി വൈകിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോട്ടയത്ത് വളരെ ശക്തമായൊരു മത്സരവുമായി വി.എൻ. വാസവൻ മുന്നോട്ട് പോവുകയാണ്. ഇടതു വലത് പോരാട്ടങ്ങളുടെ സ്ഥിരം വേദിയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. പി.സി. തോമസ് NDA സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് ഇതൊരു ത്രികോണ പോരാട്ടത്തിന് വേദിയായി മാറിയത്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഫീൽഡിലുള്ള ഒരു പ്രവർത്തനം? നല്ല പ്രതികരണമുണ്ട്. ഇന്നലെ വൈക്കത്ത് റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ റോഡ് ഷോ ഒരു നല്ല ഏരിയയിൽ, തലയോലപ്പറമ്പ് മുതൽ വൈക്കം വരെ ഉണ്ടായിരുന്ന ആ ഏരിയയിൽ ഒരു ആയിരക്കണക്കിന് ജനങ്ങളെ കാണാൻ പറ്റി. അവരുടെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ഞാൻ പലയിടത്തായിട്ട് കണ്ട ആളുകളുടെയും പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അനുകൂലമായിട്ടുള്ള പ്രതികരണമുണ്ട്. കോട്ടയത്ത് ഒരു ത്രികോണ മത്സരമില്ല, LDFും UDFും തമ്മിൽ മാത്രമാണ് മത്സരം എന്നാണ്. താങ്കൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവർ തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരമുണ്ട്. അത് ശരിയാ, അത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. സത്യത്തിൽ 3 മുന്നണികൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അവർക്ക് ത്രികോണമാണെന്ന് പറയാനുള്ള നാണക്കേടുണ്ട് എങ്കിൽ അവരങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ ഇവിടെ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ശക്തമായിട്ടുള്ള മത്സരവേദിയിലുണ്ടെന്നുള്ളതാണ് ഒരുമാതിരി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാവരും തന്നെ പറയുന്നത്. അതിനകത്ത് പലരും അവരവരുടേതായിട്ടുള്ള വിലയിരുത്തൽ പറയും. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് കൂടെ വെച്ചുകൊണ്ട് ഞങ്ങൾ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ഈ എന്തുകൊണ്ടാണ് കോട്ടയം താങ്കൾ തിരഞ്ഞെടുക്കാൻ കാരണം കോട്ടയത്ത് BJPയുടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമോ അങ്ങനെയൊന്നും അല്ലല്ലോ. എങ്ങനെയാണ് താങ്കൾ ഈ വിജയപ്രതീക്ഷയ്ക്ക് താങ്കൾ അടിസ്ഥാനമായി കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയത്താണ് ഞാൻ ജനിച്ചത്. 2, പണ്ട് മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിരുന്ന പാലായും പിറവവും ഇപ്പോൾ ഈ മണ്ഡലത്തിലാണ്, കോട്ടയത്താണ്. അവിടെ ഒരു MP എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ബന്ധം കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളത് ഗുണകരമാകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കൾ പറയുന്നത് വികസനം ഉൾപ്പെടെ താങ്കൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഒരു ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ താങ്കൾ BJPയുമായി ചേർന്ന് നരേന്ദ്രമോദിയോടൊപ്പം ഒക്കെ എതിർപ്പുള്ള വിഭാഗമായിരിക്കില്ലേ ന്യൂനപക്ഷം? അവിടെ താങ്കൾക്ക് വിജയിച്ച് കയറുക അത്ര എളുപ്പമാണോ? ആ ഒരു വിരോധം അവിടെ നിലനിൽക്കില്ലേ? എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ക്രിസ്ത്യൻ പെന്തിക്കോസ് പ്രീച്ചറായിരുന്ന ഇപ്പോഴും അതെ,
ബെനിഹിൻ ഇന്ത്യയിൽ വന്നപ്പോൾ ബോംബെയിൽ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായി. ക്ലിയറൻസ് കൊടുക്കത്തില്ല. എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന ശ്രീ LK അദ്വാനിജിയെ പോയി കണ്ടു. കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവിടുത്തെ ചീഫ് സെക്രട്ടറിയോ ആരെയോ ഒക്കെ വിളിച്ചു പറഞ്ഞു, ഉടൻ തന്നെ ഇറക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എൻക്വയറി നടത്താം, പക്ഷേ ഇപ്പോൾ ഇറക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ അവിടെ വിളിപ്പിച്ചു. ഞാനവിടെ ചെന്നു. ബെനിഹിൻ്റെ ഒരു 4 സ്റ്റേഡിയത്തിലായിട്ട് നിറച്ച ആളുകൾ നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ച് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് 2004 ഇതുപോലുള്ള ഇലക്ഷനാണ്, 2 വലിയ പ്രബല മുന്നണിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് 2004 ഇലക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 4-5 മാസം കൂടെ കഴിയുമ്പോൾ എനിക്കൊരു വലിയ പരീക്ഷയുണ്ട്, ആ പരീക്ഷയിൽ ജയിക്കാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, എന്താ പരീക്ഷ? അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു, ഇതാണ് അദ്ദേഹത്തിന് ഇവിടെ ഇത്രയും പേരുടെ മുമ്പിൽ ഇപ്പോൾ വോട്ട് ഒരു ഇഷ്യൂ ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞിരുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ശരിക്കും ഒരു ഇലക്ഷൻ വലിയ ടഫായിട്ടുള്ള ഇലക്ഷൻ വരിക, 1 ലക്ഷത്തിലൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ള സന്ദേഹമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് ഞാൻ നന്ദിയോടെ സ്മരിക്കുക. കോട്ടയം വടബാദൂരുള്ള MRFന്റെ കേന്ദ്രത്തിലാണ് NDA സ്ഥാനാർത്ഥിയായ PC തോമസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ തൊഴിലാളികളുടെ വോട്ട് തേടിയാണ് എത്തിയിരിക്കുന്നത്. വടബാദൂർ MRF പ്ലാന്റിലെ സന്ദർശനത്തിന് ശേഷം തൊട്ടടുത്തുള്ള വടബാദൂർ ജംഗ്ഷനിൽ കടകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിലായിരുന്നു PC തോമസ്. താങ്കൾ ഈ വാഹന പ്രചരണമൊക്കെ മാറ്റിവെച്ച് കൂടുതലും ഇത്തരം നഗര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഗ്രാമകേന്ദ്രങ്ങളിലൊക്കെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടിയാണ്. ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കൂടുതൽ നോക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അവർ പറയുന്ന ആവശ്യങ്ങൾ കേൾക്കണം. തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് കഴമ്പുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ആയിട്ട് കൂടിയാണ് ഇങ്ങനെ. അല്ല, കഴിയുന്നത്ര ആളുകളെ കാണാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. കുറേ അധികം പേരെ കാണാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വാഹനങ്ങളിൽ കൂടെ പോകേണ്ടി വരും എന്നുള്ളത് ശരിയാണ്. കാരണം ഇത്രയും ബൃഹത്തായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഏതാണ്ട് എറണാകുളത്തിനടുത്ത് ഇരുമ്പനം മുതൽ നേരെ നോക്കിയാൽ ചങ്ങനാശ്ശേരിക്കടുത്ത് കുറിച്ച് വരെ ഉള്ള വളരെ നീണ്ട ഒരു മേഖലയുണ്ട്. ഇച്ചിരി വിട്ടുകിടക്കുന്ന പാലായും പുതുപ്പള്ളിയും വേറെയും വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഭാഗത്തെ ജനങ്ങളെ നേരിട്ട് കാണാവുന്നിടത്തോളം കാണുകയും അത് കഴിഞ്ഞ് ഒരു പരിധിവരെ വാഹന പ്രചരണ ജാഥ വഴി മാക്സിമം ഏരിയകളിൽ എത്തിപ്പിടിക്കുകയും ചെല്ലുക എന്നുള്ളതാണ് സ്ട്രാറ്റജി. എന്തായാലും ഇത് തന്നെയാണ്. അതായത് PC തോമസ് ആദ്യം മുതൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിൽ പോലും അദ്ദേഹം നേരിട്ട് ഇത്തരം കവലകളിൽ പരമാവധി സമയം ചെലവഴിക്കാൻ ശ്രദ്ധിച്ചു. എന്തായാലും PC തോമസും ഒപ്പമുള്ള യാത്രയും ഇവിടെ പൂർത്തിയാക്കുകയാണ്. കോട്ടയം മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളുടെയും ഒരു പ്രചരണമാണ് കണ്ടത്. നാളെ മറ്റൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുമായുള്ള വിശേഷം കാണാം. നന്ദി, നമസ്കാരം.